ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പഴയ ബാത്റൂമാണ് ഈ കാണിക്കുന്നത്. ഈ പഴയ ബാത്റൂം റീസ്റ്റോർ ചെയ്തിരിക്കുന്ന രീതി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ, ആ ബാത്റൂം നമ്മൾ എല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ അത് പുതിയ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. കൺസീൽഡ് ഫ്ലഷ് കൊടുത്തിരിക്കുന്നു. കൺസീൽഡ് ഫ്ലഷ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ പഴയ ലെവലെല്ലാം കളഞ്ഞതിന് ശേഷം കൺസീൽഡ് ഫ്ലഷ് അതിൻ്റെ പുഷ് ബട്ടണും കാര്യങ്ങളൊക്കെയാണ്. ആ സ്വിച്ച് ടൈപ്പാണ് വരുന്നത്. കൺസീൽഡ് ഫ്ലഷ് ആകെ രണ്ട് ബട്ടൺ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇത് നമ്മളെങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് കാണിച്ചു തരാം. ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, നല്ലതാണ്. കണ്ടോ, ഇതിൻ്റെ താഴെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്വിച്ചുകളും നേരെ പൊങ്ങി വരുന്നു. ഇനി പൊങ്ങിയതിന് ശേഷമാണ് നമ്മൾ ആ ഫ്ലഷിൻ്റെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ അകത്ത് രണ്ട് സ്ക്രൂകളുണ്ട്. ആ സ്ക്രൂ കൊണ്ട് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്ത് രണ്ടാം സ്ക്രൂ മാത്രം മതി. ആ മാത്രം കൊണ്ട് അഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ സ്വിച്ച് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ അകത്തുള്ള വാൽവുകൾ കാര്യങ്ങൾ കംപ്ലൈൻറ്റ് നോക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ആ ക്ലോസറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ ഫ്ലഷിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അത് മാറ്റിയാൽ മതി. ഇനി അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡൈവേർട്ടർ സിസ്റ്റമാണ്. ഡൈവേർട്ടറിൻ്റെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഡൈവേർട്ടർ സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ഒരു മിക്സഡ് ടാപ്പാണ്. മിക്സഡ് ടാപ്പ് ഷവറുമാണ്. ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഡൈവേർട്ടർ വെച്ചു. അതിനുശേഷം പിന്നെ സ്പൗട്ട് വെച്ചു. ഇനിയിപ്പോൾ ആകെ ഒറ്റ ലിവറും കാര്യങ്ങളും വരുന്നുണ്ടോ. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഏഷ്യൻ റോയൽ എന്ന് പറയുന്ന രീതിയിലുള്ള ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ തന്നെ പുതിയ മോഡൽ ഡൈവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അത് ഹൈ ഫ്ലോ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ നമ്മൾ റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 30 സെൻറ്റിമീറ്റർ, ഏകദേശം ഒരടി വരുന്ന 30 സെൻറ്റിമീറ്റർ, 30x30 വരുന്ന 1 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലുള്ള റെയിൻ ഷവറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് മാർക്ക് ചെയ്യുന്നത്, നീല മാർക്ക്. ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീല മാർക്ക് ചെയ്യുന്നത് പച്ചവെള്ളത്തിൻ്റെ ആ സൈഡിൽ, റെഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെയാണ്. അതായത് റൈറ്റ് സൈഡ് പച്ചവെള്ളം, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം. സെൻറ്ററിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ ഇട്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അത് നേരെ സ്പോട്ടിലേക്കാണ് വരുന്നത്. ഇനി സെൻറ്ററിലിട്ട് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷം ആ പുഷ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നേരെ മുകളിലെ ഷവർ വർക്ക് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഈ ഡൈവേർട്ടർ സിസ്റ്റത്തെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ച് വീണ്ടും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഇനിയിപ്പോൾ സ്പൗട്ടാണ് വരുന്നത്. കണ്ടോ, ആദ്യം നമ്മൾ വരുന്നത് വെച്ചാൽ 2-3 ടാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റിയതിന് ശേഷം ഒറ്റ ടാപ്പിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ കുളിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു സോപ്പ് ഡിഷ് കൊടുത്തിട്ടുണ്ട്. അധികം അസറീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ നീറ്റായിട്ട് ചെറിയ രീതിയിൽ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കൗണ്ടർ ടോപ്പ്, ഈ വാഷ് ബേസിൻ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. കൗണ്ടർ ടോപ്പ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്. അതിനെക്കുറിച്ച് അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ബാത്റൂമുകളുടെ ഫിറ്റിങ്സുകളുടെ മെഷർമെൻറ്റൊക്കെ അറിയണം താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.